നമ്മുടെ അമ്പലപ്പുഴ എം.എൽ.എ പഴയ മന്ത്രി മുൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ഒരു പ്രസ്താവന ഇറക്കി. അദ്ദേഹം നല്ല നല്ല കാര്യങ്ങൾ പറയുന്നു. KPCCയുടെ പ്രിയദർശിനി പബ്ലിക്കേഷൻ്റെ യോഗത്തിൽ പോയി, ശ്രീകൃഷ്ണ ജയന്തി യോഗത്തിൽ പോയി രാമായണം വായിക്കുന്ന ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹം ചില അബദ്ധങ്ങൾ പറയും. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു അബദ്ധം, അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ വളരെ പ്രസിദ്ധമായ ക്ഷേത്രമാണ്. അവിടെ PWDക്കാർ എന്തോ കെട്ടിടം എന്തോ കെട്ടിക്കൊടുക്കുന്നു, അത് തെറ്റാണ്. നാളെ പള്ളിക്കാരും പിന്നെ ചർച്ചുകാരും, അതായത് ക്രിസ്ത്യൻ പള്ളിയും മുസ്ലിം പള്ളിക്കാരും വന്നാൽ അവിടെയും കെട്ടിക്കൊടുക്കണം. തീർച്ചയായിട്ടും കെട്ടിക്കൊടുക്കണം സുധാകരൻ സാറേ. കാരണം ആത്മീയ സ്പിരിച്വൽ ടൂറിസം ഉണ്ട്. നമ്മുടെ മരുമകൻ മന്ത്രിയും കൂടെ കേൾക്കണം. സ്പിരിച്വൽ ടൂറിസം ഉണ്ട്. തിരുപ്പതി ഉണ്ടാക്കുന്ന പണം അറിയാവോ നിങ്ങൾക്ക്? മൂകാംബി ഉണ്ടാക്കുന്ന പണം അറിയാവോ? ആ ടൗൺ തന്നെയുണ്ട്. അതുപോലെ തിരുപ്പതി, മൂകാംബി, അങ്ങനെ ശബരിമല ക്ഷേത്രമൊക്കെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ കേരളത്തിൻ്റെ മൊത്തം ഖജനാവ് നിറയ്ക്കാനുള്ള മൊത്തം പണം നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ശബരിമലയിലും ആറ്റുകാലും ഇങ്ങനെ കുറേ ക്ഷേത്രങ്ങളെ മാത്രം ബന്ധിപ്പിച്ചുകൊണ്ട് പരിപാടികൾ ചെയ്താൽ മതി. ഇപ്പോൾ ചക്കുളത്തുകാവ്, അങ്ങനെ ഒരുപാട് സ്ഥലം, കൊട്ടാരക്കര ഗണപതി ക്ഷേത്രം വളരെ വലിയ സ്വത്ത്. നമ്മൾ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും അമ്പലത്തിൽ ആളുകൾ പോകും, വിശ്വാസികൾ അമ്പലത്തിൽ പോകും. പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റുകാർക്ക് വരെ അമ്പലത്തിൽ പോകാമെന്നാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിയമം. EMS അടക്കമുള്ള ആളുകൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അമ്പലത്തിൽ പോകാൻ വിശ്വസിക്കാം. അപ്പോൾ പിന്നെ സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്താൽ പോരെ. ഞാൻ ഒരിക്കൽ സിംഗപ്പൂർ പോയപ്പോൾ അവിടെ ഒരു ഷോപ്പിംഗ് മാളിന് അകത്തുകൂടിയാണ്. ഇതൊക്കെ നമുക്ക് സങ്കല്പിക്കാൻ കഴിയുന്നില്ല കേട്ടോ. സങ്കല്പിച്ചാൽ നമുക്ക് ഭ്രാന്ത് വരും. സുധാകരൻ സാറൊക്കെ മുതലാളിത്ത സാമ്രാജ്യത്ത് കോർപ്പറേറ്റ് എന്നൊക്കെ പറഞ്ഞ് ഇവിടെ വേണ്ട ബോളം ഉണ്ടാക്കും. ഒരു മാളിനകത്തു കൂടെയാണ് സിംഗപ്പൂരിൻ്റെ പിന്നെ ട്രെയിൻ പോകുന്നത്, അത് ബുള്ളറ്റ് ട്രെയിൻ പോകുന്നത്. അപ്പോൾ ഇറങ്ങി താഴേക്ക് പടികളിലേക്ക് പോയി കഴിഞ്ഞാൽ അടുത്ത സ്ഥലത്ത് മാളാണ്. അപ്പോൾ അത്ര സൗകര്യമാണ്. അപ്പോൾ ആളുകൾ പൊതു ട്രാൻസ്പോർട്ട് ഉപയോഗിക്കും. അവിടെ ആട്ടോയും മറ്റ് സംവിധാനങ്ങളൊന്നുമില്ല. പൊതു സിസ്റ്റം ഉപയോഗിക്കും. കാര്യം എന്താണ്? ട്രെയിനാണ് കൂടുതൽ, മെട്രോ ട്രെയിനുകളാണ് കൂടുതൽ. കാരണം ആളുകൾ സൗകര്യം ഉപയോഗിക്കും. കാരണം അവർക്ക് അത്, പിന്നെ അതുപോലെ തന്നെ മറ്റൊരു സ്ഥലത്തേക്ക് നമ്മളെ കൊണ്ടുപോകും. നേരെ ചെല്ലുന്നത് ഒരു ടൂറിസ്റ്റ് ഹബ്ബിലാണ്. നമ്മൾ ആദ്യം നിന്ന് മെട്രോ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ താഴോട്ട് ഇറങ്ങി ചെല്ലുന്നത് ടൂറിസ്റ്റ് ഹബ്ബാണ്. കടലുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോയ്ക്കാണ് കൊണ്ടുപോകുന്നത്. ആയിരക്കണക്കിന് ആളുകളാണ് പോകുന്നത്. നമുക്കിതൊന്നും സങ്കല്പിക്കാൻ കഴിയുന്നില്ല. നമ്മൾ തിരിച്ച് ചിന്തിക്കുക. നമുക്ക് സ്പിരിച്വൽ ടൂറിസം വലിയൊരു മേഖലയാണ്. മലയാറ്റൂർ പള്ളിയുമായി ബന്ധപ്പെടുത്തിയും ഇടത്തുവ പള്ളിയുമായി ബന്ധപ്പെടുത്തിയും മുസ്ലിങ്ങളുടെ പ്രധാനപ്പെട്ട പള്ളികളുമായി ബന്ധപ്പെടുത്തിയും അമ്പലങ്ങളുമായി ബന്ധപ്പെടുത്തി എല്ലാ സൗകര്യങ്ങളും ഗവൺമെൻറ് ചെയ്തു കൊടുക്കണം. ഗവൺമെൻറ്റിൻ്റെ പൈസ ഉപയോഗിച്ച് തന്നെ ചെയ്യണം. അപ്പോൾ അവിടെ നിന്ന് ഭക്തരിൽ നിന്ന് ചെറിയ ഫീസ് വാങ്ങണം. ആ ഫീസ് ഗവൺമെൻറ്റിന് കിട്ടും. അപ്പോൾ ഗവൺമെൻറ് അങ്ങനെയാണ് ചിന്തിക്കേണ്ടത്. അല്ലാതെ അമ്പലം വേറെ പള്ളി വേറെ, ഹിന്ദുവിന് കൊടുത്താൽ മുസ്ലിം ചോദിക്കൂലേ, മുസ്ലിമിന് കൊടുത്താൽ ക്രിസ്ത്യാനി ചോദിക്കൂലേ, അങ്ങനെ ചോദിക്കണം. അവരെല്ലാവരും ചോദിക്കണം, അവിടെ കൊടുക്കുകയും വേണം. അൽഫോൺസ് കണ്ണന്താനം മന്ത്രിയായിരുന്നപ്പോൾ, ടൂറിസം മന്ത്രിയായിരുന്നപ്പോൾ സ്പിരിച്വൽ ടൂറിസം പ്രോഗ്രാം തന്നെ എടുത്തിരുന്നു. അങ്ങനെ ശിവഗിരിക്കും പൈസ കൊടുത്തിരുന്നു, ശിവഗിരിക്ക് കുറേ പണം കൊടുത്തിരുന്നു. അപ്പോൾ സ്പിരിച്വൽ ടൂറിസം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ശിവഗിരിക്ക് പൈസ കൊടുക്കണം. കാലടി ആദിശങ്കരൻ്റെ അവിടെ വലിയ സാധ്യതയുള്ളതാണ്. പിന്നെ മന്നത്ത് പത്മനാഭൻ്റെ അവിടെ സാധ്യത, അതേ സ്പിരിച്വൽ നേതാവല്ല. അതേസമയം ചട്ടമ്പി സ്വാമികളുടെ പത്മനാശ്രമവുമായി ബന്ധപ്പെടുത്തി അങ്ങനെ വലിയ സാധ്യതയാണുള്ളത്. അപ്പോൾ സ്പിരിച്വൽ ടൂറിസത്തിന് ലാൻഡ് ഓഫ് സ്പിരിച്വാലിറ്റിയാണ് കേരളം. നമ്മളിപ്പോൾ പറഞ്ഞാലും ഇല്ലെങ്കിലും 90% ആളുകളും വിശ്വാസികളാണ്. വളരെ കുറച്ച് കമ്മ്യൂണിസ്റ്റുകാർ മാത്രം വെളിയിൽ വിശ്വസിക്കുന്നില്ല. പക്ഷേ ഭാര്യമാരും മക്കളും ഒക്കെ പൂജയ്ക്ക് കൊടുക്കുന്നു, എല്ലാ പരിപാടിയും ചെയ്യുന്നു. അതുകൊണ്ട് ഇപ്പോൾ പിണറായി വിജയൻ പോളിറ്റ് ബ്യൂറോ അവിടെ മധുരയിൽ സമ്മേളനം ചേർന്നപ്പോൾ പിണറായി വിജയൻ്റെ ഭാര്യ കമല ടീച്ചറും പിന്നെ വീണയും ഒക്കെ അമ്പലത്തിൽ പോയി പൂജ കൊടുത്തതൊക്കെ വലിയ വാർത്തയായി ഇവിടെ. അപ്പോൾ ഭർത്താവിന് കൊടുക്കാതിരിക്കും. അവിടെ ചെന്ന് തമിഴ്നാട്ടിൽ അമ്പലത്തിൽ ചെന്ന് അർച്ചനയ്ക്ക് കൊടുക്കുമ്പോൾ പിണറായി വിജയൻ്റെ പേരിലും കൊടുത്താണ്. നക്ഷത്രം എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ, കൊടുത്താണ്. ഇതെല്ലാം സംഭവിക്കുകയാണ്. നയനാരുടെ ഭാര്യ ശാരദ ടീച്ചർ പോയി അമ്പലത്തിൽ പോയി തൊഴുന്നു. ഗൗരിയമ്മ അവസാനം അമ്പലത്തിൽ പോയി കൃഷ്ണനാണ് എൻ്റെ എല്ലാം എന്ന് അവസാനം പറഞ്ഞിട്ടൊക്കെയാണ് ഇവിടെ മരിക്കുന്നത്. അന്ന് വിഷയമല്ലേ സുധാകരൻ സാറേ? നമ്മൾ അമ്പലത്തിൽ കൊടുക്കട്ടെ. അമ്പലപ്പുഴ ക്ഷേത്രത്തിലൊക്കെ മനോഹരമായ ഡോർമെട്രിയും മറ്റ് ഗസ്റ്റ് ഹൗസുകളൊക്കെ പണിയണം. ഗസ്റ്റ് ഹൗസുകളൊക്കെ അമ്പലത്തിൻ്റെ അടുത്താണ് പണിയേണ്ടത്. പണിതിട്ട് ആളുകളിൽ നിന്ന് പൈസ മേടിക്കണം. അങ്ങനെ നമ്മുടെ സ്പിരിച്വൽ ടൂറിസത്തെ നന്നായി പ്രൊമോട്ട് ചെയ്യാനുള്ള സ്കോപ്പ് നമുക്കുണ്ട്. അത് ടൂറിസം പ്രൊമോട്ട് ചെയ്യണം. അതുകൊണ്ട് സുധാകരൻ സാർ എല്ലാം പറയുമ്പോൾ അതിനകത്ത് വർഗീയതയും താളവും ഇങ്ങനെ ചില കണ്ണാപ്പി പരിപാടികളൊന്നും അതിനകത്ത് കയറ്റരുത്. തീർച്ചയായും സുധാകരൻ സാർ തിരുത്തണം. അമ്പലപ്പുഴ ചെയ്തത് മാതൃകയാവട്ടെ. പള്ളിക്കാരും അങ്ങനെ സെലക്ഷൻ വേണമെന്നേ ഉള്ളൂ. പള്ളിക്കാരും ചർച്ചുകാരും പിന്നെ അമ്പലങ്ങളും ഏറ്റവും കൂടുതൽ ജനങ്ങൾ വരുന്നത് കണക്കാക്കി ഒരു യാർഡ് സ്റ്റിക്കോ തംബ്രകളോ ഒക്കെ ഉണ്ടാക്കണമെന്നേ ഉള്ളൂ. അങ്ങനെ ഉണ്ടാക്കി മിക്കവാറും എല്ലാ സ്ഥലത്തേക്കും ഇത് കൊടുക്കട്ടെ. ഇപ്പോൾ ആറ്റുകാൽ ലക്ഷക്കണക്കിന് ജനങ്ങളാണ്, കോടിക്കണക്കിന് സ്ത്രീകളാണ് ഒരു വർഷം വന്നു പോകുന്നത്. അപ്പോൾ അവർക്കുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കണം സർക്കാർ. അപ്പോൾ അതൊക്കെ നടക്കട്ടെ. എന്തായാലും സ്പിരിച്വൽ ടൂറിസം, ആത്മീയ ടൂറിസത്തിൻ്റെ ഒരു ലാൻഡ് കൂടിയാണ് കേരളം. നിങ്ങളിതൊക്കെ ചെയ്താലും കഷ്ടപ്പെട്ട ആളുകൾ അമ്പലത്തിൽ പോകുന്നു. അത് ചെയ്തു കൊടുത്താൽ സർക്കാരിന് വരുമാനമായി, ജനങ്ങൾക്ക് സന്തോഷമായി.